യുദ്ധക്കളത്തിലെ ആധുനിക യുഗത്തിൽ വിവരശേഖരണം, നിരീക്ഷണം, ലക്ഷ്യം നിർണ്ണയിക്കൽ, ആക്രമണം എന്നീ സുപ്രധാനമായ ദൗത്യങ്ങൾക്കായി ആളില്ല ആകാശവാഹനങ്ങളായ അഥവാ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഒരു നിർണായക ഘടകമായി മാറുക. അതായത് ഡ്രോണുകൾ എപ്പോഴും ഒരു നിർണായക ഘടകമായി ഓരോ രാജ്യങ്ങൾക്കും മാറുന്ന സാഹചര്യമാണുള്ളത്. സൈനിക തന്ത്രങ്ങൾ മെനയുന്നതിലും അതുപോലെ തന്നെ ശത്രുക്കളുടെ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി അറിയുന്നതിലും കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നതിലും ഡ്രോണുകൾ വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് വലുതാണ്, വളരെ വലുതാണ്. ലോകമെമ്പാടുമുള്ള വൻ ശക്തികൾ ഈ സാങ്കേതിക വിദ്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ മത്സരിക്കുമ്പോൾ ഡ്രോണുകളുടെ കരുത്തും ശേഷിയും നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഘടകങ്ങളിലൊന്നായ എഞ്ചിനുകൾക്കായി വിദേശ ശക്തികളെ വരെ ആശ്രയിക്കേണ്ടി വരുന്നത് ദീർഘകാലമായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ അലട്ടിയിരുന്ന ഒരു പ്രധാനമായ വെല്ലുവിളിയായിരുന്നു. ഈ ആശ്രിതത്വം രാജ്യത്തിൻ്റെ പ്രതിരോധ നയതന്ത്ര തീരുമാനങ്ങളിലും അതുപോലെ തന്നെ സാങ്കേതിക കൈമാറ്റത്തിൻ്റെ വേഗതയിലും ആയുധങ്ങളുടെ ലഭ്യതയിൽ പോലും പരിമിതികൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ദീർഘകാലമായ ആശ്രിതത്വത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന വിപ്ലവകരമായ കാഴ്ചപ്പാടിന് കരുത്തു പകരുന്ന ഒരു നിർണായകമായ നീക്കത്തിലൂടെ ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തതയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഒരുങ്ങുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത വാങ്കൽ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ദീർഘദൂര ശേഷിയുള്ള അത്യാധുനിക ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ മഹത്തായ പദ്ധതി ആത്മനിർഭര ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ കാഴ്ചപ്പാടാണ്. അതായത് ആത്മനിർഭർ ഭാരതം എന്നാണ് എൻ്റെ പേര്. അങ്ങനെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ കാൽവെപ്പാണ് ഇപ്പോഴിതാ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇതുവരെ ഇന്ത്യ തങ്ങളുടെ ആളില്ല വ്യോമ സംവിധാനങ്ങളുടെ മിക്കവാറും എല്ലാ പതിപ്പുകൾക്കും അതിൻ്റെ നിർണായക ഘടകമായ എഞ്ചിനുകൾക്കായി വിദേശ കമ്പനികളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയുടെയും എഞ്ചിനുകളുടെയും ഇറക്കുമതി പതിറ്റാണ്ടുകളായി ഇന്ത്യ പ്രതിരോധ മേഖലയിലെ ഒരു സ്ഥിരം കാഴ്ചക്കാരായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ കൈമാറ്റം സംബന്ധിച്ച ഉപാധികൾ, അടിയന്തര സാഹചര്യത്തിലെ വിതരണത്തിലെ കാലതാമസം, വിദേശ രാജ്യങ്ങളുടെ നയതന്ത്രപരമായ സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ഈ ആശ്രിതത്വത്തിന് ദേശവൽക്കരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെല്ലാം. എപ്പോഴും ദോഷങ്ങളാണ് ഉണ്ടായിക്കൊണ്ട് ആ ദോഷപരമായ വശങ്ങളായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ഈ പതിറ്റാണ്ടുകൾ നീണ്ട ആശ്രിതത്വം അവസാനിപ്പിക്കാനുള്ള ഒരു ശക്തമായ ചുവടുവെപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. സർക്കാർ ഉടമസ്ഥയിലുള്ള പ്രമുഖ സ്ഥാപനമായ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ്, അതായത് NALന്റെ പുതിയ UAVകളിൽ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത വാങ്കൽ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിനായി സ്വകാര്യ മേഖലയിലെ പ്രമുഖരായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡായ SDAL-മായും കരാർ ഒപ്പുവച്ചിരിക്കുകയാണ്. തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിലുള്ള ഒരു വഴിത്തിരിവ് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നിലവിൽ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായി ഇത് മാറുകയും ചെയ്യുന്നു. ഈ പങ്കാളിത്തം ഗവേഷണ സ്ഥാപനങ്ങളുടെ അക്കാദമികവും അതുപോലെ തന്നെ സാങ്കേതികവുമായ അറിവും സ്വകാര്യ മേഖലയുടെ ഉൽപ്പാദനശേഷിയും വിപണന വൈദഗ്ധ്യവും അതായത് വിൽപ്പനയ്ക്കുള്ള വൈദഗ്ധ്യങ്ങളുമെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാപരമായ മുന്നേറ്റം കൂടിയാണ്. കരാർ പ്രകാരം നവീന സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, ഗവേഷണം, ഡ്രോൺ പ്ലാറ്റ്ഫോമുകളുടെ വികസനം എന്നിവയെല്ലാം ഈ NALന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇനി ഉണ്ടാവുക. NALന്റെ എഞ്ചിനീയർമാരും അതുപോലെ ശാസ്ത്രജ്ഞന്മാർക്കും ലഭിച്ച ഈ അംഗീകാരം രാജ്യത്തെ ഗവേഷണ രംഗത്തിന് പുതിയൊരു ഉണർവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം തന്നെ SDAL-ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ വാങ്കൽ എഞ്ചിനുകൾ ഉപയോഗിച്ചുള്ള ഡ്രോണുകളുടെ നിർമ്മാണത്തിനും രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള വിപണനത്തിനും മേൽനോട്ടം വഹിക്കാനുള്ള സുപ്രധാനമായ ഉത്തരവാദിത്വമുണ്ട്. വൻതോതിലുള്ള ഉൽപ്പാദനത്തിലുള്ള ചെലവ് കുറയ്ക്കാനും ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുവാനും ഈ സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സാധിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യക്കൊരു പ്രതിരോധ ഇറക്കുമതിയായി മാറുകയും രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു പ്രതിരോധ കയറ്റുമതി രാജ്യവുമായി, അതായത് മറ്റു രാജ്യങ്ങളുമായി മാറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഇതുവരെയും ഇത് ഇന്ത്യക്കൊരു പ്രതിരോധ ഇറക്കുമതി എന്നതിൽ നിന്നും രാജ്യത്ത് നിന്നും മറ്റൊരു പ്രതിരോധ കയറ്റുമതി രാജ്യമായി മാറാനുള്ള സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. അതായത് ഇതുവരെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ ഇനി കയറ്റുമതി കൂടി ചെയ്യാൻ പോവുകയാണ്. വാങ്കൽ എഞ്ചിനുകൾ പരമ്പരാഗത പിസ്റ്റൺ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി റോട്ടറി രൂപകൽപ്പനയുള്ളവയാണ്. ഇത് അവയ്ക്ക് മെച്ചപ്പെട്ട പവർ ടു വെയിറ്റ് അനുപാതവും അതുപോലെ ശക്തിയും ഭാരവും തമ്മിലുള്ള അനുപാതത്തിനാണ് ഈ പറയുന്നത്. അതായത് പവർ ടു വെയിറ്റ് എന്ന് പറയുന്നത് ശക്തിയും ഭാരവും ഒരുപോലെയുള്ള അനുപാതത്തെയാണ്. കുറഞ്ഞ വൈബ്രേഷൻ, താരതമ്യേന ലളിതമായ രൂപകൽപ്പന എന്നിവയൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഡ്രോണുകൾക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷങ്ങളാണ് ഇവയെല്ലാം. ഈ തദ്ദേശീയ പദ്ധതിയുടെ പ്രാരംഭഘട്ടം തന്നെ NALന്റെ 30 കുതിരശക്തിയായി വാങ്കൽ എഞ്ചിൻ സാങ്കേതിക വിദഗ്ധ, അതായത് HP പവറായി ഇതിൻ്റെ സാങ്കേതിക വിദ്യ വലിയ തരത്തിൽ ദീർഘദൂര ഡ്രോണുകളിലേക്ക് വിജയകരമായി മാറ്റുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ 30 HP എഞ്ചിന് ഫ്ലൈറ്റ് ടെസ്റ്റിങ്ങിനുമായുള്ള നിർണായക സർട്ടിഫിക്കേഷനും ഇതിനകം തന്നെ ലഭിച്ചും കഴിഞ്ഞു എന്നത്
പദ്ധതിയുടെ സാങ്കേതികപരമായ വിജയവും നമുക്ക് ഉറപ്പാക്കുന്നതാണ്. ഈ തദ്ദേശീയ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾക്ക് 9 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ദീർഘനേരം അതിർത്തി നിരീക്ഷിക്കാനും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ തടസ്സമില്ലാതെ തുടരാനും സൈന്യത്തിന് കഴിവ് നൽകുകയും ശക്തി പകരുകയും ചെയ്യും. കൂടാതെ ഈ ദീർഘദൂര ഡ്രോണുകൾ 560 മൈലിലധികം, അതായത് ഏകദേശം 900 കിലോമീറ്ററോളം ദൂരം അകലെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയുമെന്നാണ് തന്ത്രപരമായ ഇതിനെ പറയുന്നത്. അതായത് എത്താൻ കഴിയുമെന്നത് തന്നെ തന്ത്രപരമായ പ്രാധാന്യമുള്ള ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ രാജ്യത്തിന് പ്രാപ്തമാവുകയും ചെയ്യും. ഇത് ശത്രുവിൻ്റെ ആഴത്തിലുള്ള പ്രദേശങ്ങളെ അവിടങ്ങളിലെ നീക്കങ്ങളെല്ലാം കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ മുൻകൂട്ടി ആക്രമണം നടത്തുന്നതിനും ഇന്ത്യൻ സൈന്യത്തിന് വലിയ തന്ത്രപരമായ മുൻതൂക്കം നൽകുകയും ചെയ്യും. പദ്ധതിയുടെ അടുത്ത ഘട്ടം ഇതിൽ എടുത്തു പറയേണ്ടത് കൂടുതൽ കരുത്തുറ്റ എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിലവിൽ 50 HP എഞ്ചിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. ഇതിനായുള്ള സർട്ടിഫിക്കേഷനുകളും പരീക്ഷണങ്ങളും ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 50 HP എഞ്ചിൻ്റെ വികസനം എന്നത് ഡ്രോണുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനവും അതുപോലെ തന്നെ ഉയർന്ന വേഗതയും വർദ്ധിപ്പിച്ച പെലോഡഡ് ശേഷിയും, അതായത് പെലോഡഡ് കപ്പാസിറ്റിയും ഉറപ്പാക്കുകയും ചെയ്യും. കൂടുതൽ ഭാരമുള്ള സെൻസറുകളും അത്യാധുനിക ഇലക്ട്രോണിക് നിരീക്ഷണ ഉപകരണങ്ങളും ആവശ്യമെങ്കിൽ ചെറു ആയുധങ്ങളും വരെ വഹിക്കാൻ ഇത് ഡ്രോണുകളെ പ്രാപ്തമാക്കുകയും ചെയ്യും. മാത്രമല്ല ഭാവിയിൽ കൂടുതൽ ഭാരമേറിയ UAVകളുടെ ഒരു ശ്രേണിയെ തന്നെ ഉയർത്താൻ കഴിയുന്ന 90 HP വരെയുള്ള എഞ്ചിൻ്റെ വിഭാവനവും ചെയ്യുന്നുണ്ട്. അതായത് എഞ്ചിൻ നിർമ്മിക്കാനുള്ള വിഭാവനങ്ങൾ വരെ നടക്കുന്നുണ്ട്. എഞ്ചിൻ വികസിക്കപ്പെടുന്നതോടെ, അതായത് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുന്നതോടെ നിലവിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭാരമേറിയ നിരീക്ഷണ പോരാട്ട ഡ്രോണുകളെല്ലാം സമാനമായ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും. ഇത് വിദേശ ആശ്രിതത്വം പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതായത് നാളിതുവരെ നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇനി മറ്റു രാജ്യങ്ങൾ നമ്മെ ആശ്രയിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇവിടെ രാജ്യത്തിൻ്റെ പ്രതിരോധ ഗവേഷണത്തിലും അതുപോലെ തന്നെ പൂർണ്ണമായും ഈ പറഞ്ഞ എല്ലാ ആശ്രിതത്വവും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രതിരോധ ഗവേഷണത്തിലും എഞ്ചിനീയറിംഗിലുള്ള ശേഷി തന്നെ ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ തദ്ദേശീയ ഡ്രോണുകളുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ആധുനിക യുദ്ധക്കളത്തിലെ കടുത്ത വെല്ലുവിളികളെ തന്നെ നേരിടാനുള്ള അതിൻ്റെ ശേഷിയാണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ പൊസിഷനിങ് എന്ന് പറയുന്ന, അതായത് GPS-ൻ്റെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിലും, അതായത് GPS ഒരിടത്തും പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും ഈ ഡ്രോണിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അവിടെ GPS ഒരു പക്ഷേ പ്രവർത്തിക്കാതിരുന്നാൽ പോലും അവിടെ ഈ ഡ്രോണുകൾ കൃത്യമായി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ശത്രുക്കൾ ജാമിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് GPS സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ പോലും മറ്റ് ഇനിഷ്യേഷൻ നാവിഗേഷൻ സംവിധാനങ്ങളോ അല്ലെങ്കിൽ വിഷ്വൽ ഓഡോമെട്രിയോ ഉപയോഗിച്ച് ദൗത്യം തുടരാൻ ഇതിന് കഴിയുകയും ചെയ്യും. ഇത് ദൗത്യത്തിൻ്റെ പരാജയ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കാനും സാധിക്കുകയും ചെയ്യും. ഇതിനും പ്രധാനമെന്ന് പറയുന്നത് AI പ്രാപ്തമാക്കിയ പെലോഡാണ്. ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തത്സമയ ബുദ്ധിയും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കൃത്യമായ അവബോധവും ഉറപ്പാക്കാനും സാധിക്കും. ഡ്രോണിന് സ്വന്തം ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ സ്വയം ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റകളെ വിശകലനം ചെയ്യാനും മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുകയും ചെയ്യും. ഇത് സൈന്യത്തിന് തന്ത്രപരമായ വലിയ മുൻതൂക്കവും നൽകുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഓപ്പറേറ്ററുടെ സഹായം ഇല്ലാതെ തന്നെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ പിന്തുടരാനും വിവരങ്ങൾ സുരക്ഷിതമായി ബേസ് സ്റ്റേഷനിലേക്ക് കൈമാറ്റം ചെയ്യാനും ഈ ഡ്രോണുകൾക്ക് കഴിയുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലകളിൽ പോലും ഈ ചുവടുവെപ്പ് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ആഭ്യന്തര നിർമ്മാതാക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉപയോഗത്തിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് ഗണ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്യും. വിദേശ നാണ്യം ലഭ്യമാക്കുന്നതിനൊപ്പം തന്നെ പുതിയ നിർമ്മാണ യൂണിറ്റുകളും ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിക്കപ്പെടുന്നതിലൂടെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഈ പദ്ധതി പ്രതിരോധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നതിലുപരി സാങ്കേതികമായി മുൻപന്തിയിലുള്ള പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ആഗോള ശക്തിയായി ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ ബന്ധങ്ങൾക്കും ശക്തി പകരുകയും കൂടുതൽ കരുത്തു പകരുകയും ചെയ്യും. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രോത്സാഹനങ്ങളെ തന്നെ പ്രധാനമന്ത്രി പലപ്പോഴും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവ നവീന ആശയങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ, അതായത് ISRO ഇസ്രോയുടെ സഹായത്തോടെ
അടുത്തിടെ ആരംഭിച്ച ഡ്രോൺ ചലഞ്ച് പോലുള്ള സംരംഭങ്ങൾ ഈ മേഖലയിൽ രാജ്യത്തിനുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഹൈദരാബാദിൽ സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസിന്റെ സമീപകാല ഉദ്ഘാടനം രാജ്യത്തിന്റെ സ്വകാര്യ ബഹിരാകാശ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ പുതിയ ഉത്തേജനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത് എടുത്തു പറയുകയും ചെയ്തിട്ടുമുണ്ട്. ഈ പ്രോത്സാഹനങ്ങളെല്ലാം NIL അതുപോലെ തന്നെ SDA പങ്കാളിത്തം പോലുള്ള തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. സ്വകാര്യ മേഖലയെ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകം കൂടിയാണത്. പതിറ്റാണ്ടുകളായി വിദേശ ആശ്രയത്തിലായിരുന്ന ഒരു സുപ്രധാന പ്രതിരോധ സാങ്കേതിക വിദ്യ ആ മേഖലയിൽ തന്നെ സ്വയം പര്യാപ്തം നടത്താനുള്ള അല്ലെങ്കിൽ പര്യാപ്തം നേടാനുള്ള ഇന്ത്യയുടെ ഈ ദൃഢനിശ്ചയം കേവലം ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നതിലുപരി രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണ്. അതിൽ NIL അതുപോലെ തന്നെ SDA തമ്മിലുള്ള ഈ ചരിത്രപരമായ പങ്കാളിത്തത്തിലൂടെ വാങ്കൽ എഞ്ചിൻ സാങ്കേതിക വിദ്യയെ UAVകളിലേക്ക് വിജയകരമായി സംയോജിപ്പിക്കുന്നതും ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഒരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്യും. പ്രതിരോധം മുതൽ ബഹിരാകാശം വരെ മേക്ക് ഇൻ ഇന്ത്യയുടെ ചിറകിലേറി അതിവേഗം മുന്നേറുന്ന രാജ്യത്തിൻ്റെ ആത്മനിർഭർ ഭാരതം എന്ന മഹത്തായ സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും ശക്തവും സുപ്രധാനമായൊരു ചുവടുവയ്പ്പാണത്. തദ്ദേശീയ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ സ്വയം പര്യാപ്തതയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയും അതുപോലെ തന്നെ ആഗോളതലത്തിലൊരു സാങ്കേതിക പ്രതിരോധ ശക്തിയായി രാജ്യത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യും. ഈ വാങ്കൽ എഞ്ചിൻ വിജയമായി കണ്ടാൽ അല്ലെങ്കിൽ വാങ്കൽ എഞ്ചിൻ്റെ ഈ വിജയം മറ്റ് പ്രതിരോധ സാങ്കേതിക വിദ്യാ മേഖലകളിലും പൂർണ്ണമായ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യക്ക് പുതിയ ഊർജ്ജമായി മാറുകയും ചെയ്യും.